1.85 lakhs ഇൻട്രോഡക്ടറി പ്രൈസിന് ഒരു 400cc ബൈക്ക്, അതും 40 PS പവറും 35 Nm ടോർക്കും ഒക്കെ ആയിട്ട്. ഗൈസ്, വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ഓൾ ന്യൂ ബജാജ് പൾസർ NS 400C. ഒബ്വിയസ്ലി ഡിസൈനിങ് തന്നെ വേണം നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ തുടങ്ങാനായിട്ട്. കാരണം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പൾസർ NS 200 പോലെ തന്നെയാണ് നമുക്ക് 400Z ഇരിക്കുന്നത്. പക്ഷേ അതിലൊരു ചെറിയ തിരുത്തുണ്ട്. ദൂരെ നിന്ന് കാണുമ്പോൾ മാത്രമാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. അടുത്ത് വന്ന് ഈ വാഹനത്തെ നമ്മൾ റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ തന്നെ ഈ ഒരു 400-ൻ്റേതായിട്ട് ബജാജ് വരുത്തിയിട്ടുണ്ടെന്നുള്ളത്. ആക്ച്വലി ബജാജ് പറയുന്നത് തന്നെ ഇതൊരു ട്രൂ NS പൾസർ തന്നെയാണെന്നുള്ളതാണ്. കാരണം ആ ഒരു NS ഡിസൈൻ സ്ട്രക്ചർ തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റേതായിട്ടുള്ള കുറച്ച് ഫ്രഷ് എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഹെഡ് പോർഷൻ എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ്ലി ന്യൂ ആണ്, കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് ആണ്. ചിലർക്ക് തോന്നാം നമ്മുടെ N250 N160 സീരീസിന് ഒക്കെ തന്നെ കോപ്പി ആണെന്നുള്ള രീതിക്ക്. പക്ഷേ അങ്ങനെയല്ല, അതുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ ഈ ഒരു ഫ്രണ്ടിൽ തോന്നും. നമുക്ക് ആ ഒരു പ്രൊജക്ടർ LED എലമെൻറ്റ് കാണുമ്പോൾ സിമിലറായിട്ട് തോന്നുന്നത് മാത്രമാണ്. പുതിയ ഒരു Z ഷേപ്ഡ് ആയിട്ടുള്ള DRL-ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു DRL-ആണ്. അതുപോലെ തന്നെ ഹെഡ്ലാമ്പും വളരെ ബ്രൈറ്റ് ആണ്. ക്ലാസ് D പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന സൈഡ് കൗൾസും ഒക്കെ തന്നെ ചേർന്നിട്ട് നമ്മുടെ വെനം കാർണേജ് മൂവിയിൽ ആ കാർണേജിൻ്റെ ഒരു ഫേസ് സ്ട്രക്ചറാണ് എനിക്ക് ഈ ഒരു വാഹനത്തിൽ തോന്നുന്നത്. ആർക്കെങ്കിലും അങ്ങനെ തോന്നിയെന്നുണ്ടല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് മാത്രമാണല്ലോ, പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് വളരെ മസ്കുലറാണ്, സ്പോർട്ടിയാണ്, ആ ഒരു മീൻ ലുക്കിംഗ് ബൈക്കായിട്ടാണ് തോന്നുന്നത്. അതുപോലെ തന്നെ എയറോഡൈനാമിക്കും കൂടിയാണ്. നമുക്കിതിൻ്റെ ടോപ്പിലായിട്ടൊരു ചെറിയ വിൻഡ് വൈസർ പോർഷൻ കൊടുത്തിട്ടുണ്ട്. സോ എയർ നല്ല രീതിക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഫ്ലോ ചെയ്യുന്ന രീതിക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ലൈറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ LED ലൈറ്റിങ്ങിലാണ് വണ്ടി വന്നിരിക്കുന്നത്. LED 10 ഗേഴ്സ്, LED ഹെഡ്ലാമ്പ് ആൻഡ് LED ടെയിൽ ലാമ്പ്. ടെയിൽ ലാമ്പിൽ അതിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ടിപ്പിക്കൽ പൾസർ ഡിസൈൻ. ബാക്കി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒറ്റ നോട്ട് മനസ്സിലാവും ഇറ്റ്സ് ആൻ പൾസർ NS മോഡൽ എന്നുള്ളത്. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഡിസൈനിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ചേഞ്ച് ഒന്നും തന്നെയില്ല. ഈ ഒരു ടാങ്കിൻ്റെ എക്സ്റ്റൻഷൻ കവർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുറച്ചും കൂടെ വലുതാക്കിയിട്ടുണ്ട്. ഈ ഒരു റേഡിയേറ്ററിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോർഷൻ വന്നിരിക്കുന്നത്. ഈ ഒരു പോർഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ടാങ്ക് കവർ വന്നിരിക്കുന്നത്. സോ അത് നന്നായിട്ട് അത് മെർജായി നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനൊരു ഫ്ലോട്ടിംഗ് ഡിസൈൻ എന്നാണ് ബജാജ് അവകാശപ്പെടുന്നത്. സോ ഈ ഒരു ഹെഡ്ലാമ്പിൻ്റെ പോർഷൻ, ഈ ഒരു പോർഷൻ അതുകൊണ്ട് ബാക്കിലത്തെ ഈ ഒരു പോർഷനൊക്കെ തന്നെ കുറച്ച് വാഹനത്തോട് ഇഴുകി നിൽക്കാണ്ട് ഒരു ചെറുതായിട്ട് മാറി നിൽക്കുന്ന പോലെയാണ് വരുന്നത്. അത് പാനൽ ഗ്യാപ്പായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് ബജാജിൻ്റെ ഡിസൈൻ എലമെൻറ്റ്സ് ആണ്. സോ നമുക്ക് NS-നേക്കാളും ഒരു പൊട്ടിക്കൂടെ വാഹനത്തിൽ ഒരു വിത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് വളരെ മൈന്യൂട്ടാണ്. നമ്മൾ നേരിട്ട് കണ്ടാൽ മാത്രമേ അത് മനസ്സിലാവുകയും സാധിക്കുകയുള്ളൂ. ഇത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഡിസൈൻ ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു ദ NS 200 ഓൾറെഡി എക്സിസ്റ്റിംഗ് NS മോഡൽസ്. വീഡിയോയിലേക്ക് പോകുന്നതിന് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ 80% ആൾക്കാരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, പ്ലീസ് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ, കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ മാത്രമേ നമുക്കൊരു സപ്പോർട്ട് കിട്ടുകയുള്ളൂ. സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഇതുപോലെ പുതിയ ഇറങ്ങുന്ന ബൈക്കും കാറും ഒക്കെ നിങ്ങൾക്ക് ആ ടൈമിൽ തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് സപ്പോർട്ട് അസ്. ഇനി വീഡിയോയിലേക്ക് പോകാം. ഇതിലെ മറ്റൊരു വലിയ ഫീച്ചറാണ് ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. അത് വെറും ട്രാക്ഷൻ കൺട്രോൾ അല്ല, സ്വിച്ചബിൾ ട്രാക്ഷൻ കൺട്രോളാണ്. അതായത് നമുക്ക് വേണ്ട സമയത്ത് ഓണും ഓഫും ആക്കാൻ പറ്റുന്ന രീതിക്കാണ് ബജാജ് ഇതിൽ ട്രാക്ഷൻ കൺട്രോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടോട്ടലി നമുക്ക് 4 റൈഡിംഗ് മോഡ് എന്ന് പറഞ്ഞു. റോഡ്, റെയിന്, ഓഫ് റോഡ് ആൻഡ് സ്പോട്ട്. അതിൽ സ്പോട്ടിലും ഓഫ് റോഡിലും മാത്രമേ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ മാനുവലി സ്വിച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറ്റ് 2 മോഡുകളിലും നമുക്കത് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതുപോലെയുള്ളൊരു ലൂസ് ഓഫ് റോഡ് സർഫസിലാണ്. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഫോർ സേഫ്റ്റി ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആയിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ അത് എന്തോരം വർക്ക് ചെയ്യുന്നുണ്ട്, ബജാജ് പറയുന്ന പോലെ അത് വർക്ക് ചെയ്യുന്നുണ്ടോ, അത് എത്രത്തോളം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതെന്നുള്ളത് നമുക്കിപ്പോൾ ഇത് ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആക്കിയും ഓഫ് ആക്കിയും ഈ ഒരു വാഹനം ഓടിച്ച് നോക്കാം. സോ ഞാനിപ്പോൾ വാഹനം ഓഫ് റോഡ് മോഡിലേക്ക് സ്വിച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓഫ് റോഡ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആയിരിക്കും. നമുക്കത് സ്വിച്ച് ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ MTC മെനുവിൽ പോയിട്ട് അത് ഓഫിലേക്ക് മാനുവലി മാറ്റേണ്ടതാണ്. അത് നന്നായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഫോർ സേഫ്റ്റി എപ്പോഴും അങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത്. സോ ഇപ്പോൾ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആണ്. സോ നോക്കാം. ഫുൾ ത്രോട്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫുൾ ത്രോട്ടിൽ കൊടുത്ത് നോക്കും വണ്ടിക്ക് വീൽ സ്പിൻ വരുന്നുണ്ടോ എന്നുള്ളത്. സോ അപ്പോൾ ഇതാണ് നമ്മൾ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആക്കിക്കൊണ്ട് ഈ ഒരു വണ്ടി ഓടിച്ചാലുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാകും ഒരിടത്തും എനിക്ക് ഓവർ വീൽ സ്ലൈഡ് കിട്ടുന്നില്ല. ഫുൾ ത്രോട്ടിൽ കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു പവർ ബാൻഡ് കിക്കിങ് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയ രീതിക്ക് ചില സ്ഥലങ്ങളുടെ വീൽ സ്പിൻ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി കൺട്രോൾ വിട്ട് പോകുന്ന രീതിക്ക് വരുന്നില്ല. അപ്പോൾ കൊള്ളാം, സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മാനുവൽ ട്രാക്ഷൻ കൺട്രോൾ ഓഫിലേക്ക് ഇടാം. സോ നമ്മൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യണം.
ആൻഡ് യെസ് വി സ്വിച്ച്ഡ് ഓഫ് ദ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് റോഡ് മോഡ്. ആൻഡ് ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. നമ്മൾ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സ്റ്റണ്ട് റൈഡ്സ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു പാച്ച് കുറച്ച് അൺഈവനായിട്ടാണ് കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. നമ്മൾ സേഫ്റ്റി ആസ്പെക്റ്റ് മാറ്റി നിർത്തി കുറച്ച് ഫൺ ടു റൈഡ് അല്ലെങ്കിൽ ഇച്ചിരി കുറച്ച് സ്റ്റണ്ടൊക്കെ കാണിക്കാമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വണ്ടിയെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാം. പിന്നീട് ഇപ്പോൾ ഇത് ഓഫ് റോഡ് മോഡിലാണ് നടക്കുന്നത്, അതായത് നമ്മുടെ എഞ്ചിൻ മാപ്പിങ്ങും ഈ ഒരു ഓഫ് റോഡ് മോഡിനനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. സോ വി ഗെറ്റ് സേഫ് ആൻഡ് കംഫർട്ടബിൾ ഓഫ് റോഡ് റൈഡിങ്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ സ്പോർട്സ് മോഡിലിട്ടിട്ടാണ് ഇപ്പം ഈ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്ത് കളിച്ചിരുന്നുണ്ടെങ്കിൽ നല്ലപോലെയുള്ള വീൽ സ്പിൻ നമുക്ക് കിട്ടിയേനെ. ബട്ട് ഫോർ സേഫ്റ്റി റീസൺ ഞാനിപ്പം അതിന് മുതിരുന്നില്ല. ട്രാക്കിൽ ഇറങ്ങിയപ്പോൾ ഞാൻ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്തിട്ടായിരുന്നു ഓടിച്ചിരുന്നത്. സോ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ആ ഒരു ത്രോട്ടിൽ റെസ്പോൺസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കിട്ടും. ഈവൻ എന്തെങ്കിലും ട്രാക്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സേഫ്റ്റി വശവും കിട്ടുന്നതാണ്. സോ നല്ലൊരു ഫീച്ചറായിട്ട് തന്നെ എനിക്ക് തോന്നി. മൾട്ടിപ്പിൾ റൈഡിംഗ് മോഡ്സ് ഉണ്ട്, അതിനനുസരിച്ച് തന്നെ ആ ഒരു ട്രാക്ഷൻ കൺട്രോളിനെ നമ്മുടേതായിട്ടുള്ള പേഴ്സണലൈസ്ഡ് ചോയ്സിന് വേണ്ടിയിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഡിസൈൻ ചെയ്തത് ഒരു നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ അതുപോലെ തന്നെയാണ് ബ്രേക്കിങ്ങും. നമ്മുടെ ഓരോ റൈഡിംഗ് മോഡിനനുസരിച്ചും എൻജിൻ മാപ്പിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്കിംഗ് പെർഫോമൻസും വണ്ടിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അത് ഞാൻ പോകെ പറഞ്ഞുതരാം. ഇപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി യാത്ര തുടരാം. ശരിക്കും 168 mm ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് അത്ര മോശമല്ല നമുക്ക് മനസ്സിലാവുന്ന ഇതുപോലെയുള്ള ടെറൈൻസിൽ കൂടെ ഈ ഒരു പുതിയ പൾസർ NS 400Z ഓടിക്കുമ്പോഴാണ്. അതായത് ഞാൻ ആദ്യം സെക്ക് കണ്ടപ്പോൾ വിചാരിച്ചു ചിലപ്പം ചില സന്ദർഭങ്ങളിൽ അടി തട്ടിയേക്കാവുന്ന, പക്ഷേ ഇത്രയും നിങ്ങൾ ഈ വീഡിയോ കണ്ട പോലെ നമ്മൾ ഈ ഒരു വാനത്തെ കയറ്റിക്കൊണ്ട് വന്നിട്ടും എനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടതാണ് ഇതിൻ്റെ ഓഫ് റോഡ് മോഡിനെ പറ്റിയിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓഫ് റോഡ് മോഡ്, അതുപോലെ തന്നെ റോഡ് മോഡ്, സ്പോർട്ട് മോഡ്, റെയിൻ മോഡ് എല്ലാം തന്നെ ബജാജ് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു വാഹനത്തിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്, അല്ലാണ്ട് വെറുതെ ഗിമിക്കിന് വേണ്ടി തന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ റോഡിൽ ഓടിക്കുമ്പോഴാണെങ്കിൽ തന്നെ ആ ഒരു സ്പോർട്സ് മോഡിലിട്ട് ഓടിക്കുമ്പോൾ ഉള്ള വണ്ടിയുടെ റെസ്പോൺസ്, ആ ഒരു ടോർക്ക് ഡെലിവറി, ആ ഒരു ക്വിക്നെസ് ഒന്നും തന്നെ റോഡിലേക്കും റെയിനിലേക്കും പുറത്തേക്കില്ല. റെയിനിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിക്ക് വണ്ടി ടോർക്കും പവറും കട്ട് ഡൗൺ ചെയ്യുന്ന പോലെയും വളരെ ലീനിയർ ആയിട്ടുള്ള ഒരു പവർ ഡെലിവറി തരുന്ന പോലെയാണ് തോന്നുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ സ്പോർട്സിലോ റോഡിലോ ഇട്ട് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യാൻ കൊടുക്കുന്ന തരത്തിലായിരിക്കില്ല നമ്മൾ റെയിനിൽ കിടക്കുമ്പോഴത്തേക്ക് കൈ കൊടുക്കേണ്ടത്, കൂടുതൽ കൊടുക്കേണ്ടി വരും. സോ വണ്ടി അതിനനുസരിച്ച് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു നല്ല കാര്യമാണ്. കാരണം റെയിനിൽ അത്രയും സേഫ്റ്റി ആസ്പെക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചള്ളക്കകത്തൂടെ പോകുമ്പോഴോ അല്ലെങ്കിൽ വെറ്റ് റോഡ് കണ്ടീഷനിലൂടെ ഒക്കെ പോകുമ്പോൾ തന്നെ ബാക്ക് വീൽ സ്കിഡ് ഓഫ് ആയിട്ട് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതേപോലെ തന്നെ സ്പോർട്സ് മോഡിലിട്ടാണ് നമ്മൾ ട്രാക്കിൽ ഓടിച്ചത്. സോ ട്രാക്കിൽ ഓടിക്കുന്ന സമയത്ത് വണ്ടിയുടെ റെസ്പോൺസ് അടിപൊളിയായിരുന്നു. വളരെ ഷാർപ്പ് ആൻഡ് ക്വിക്ക് ത്രോട്ടിൽ റെസ്പോൺസാണ്. പുതിയ ഒരു റൈഡ് ബൈ വയറൂടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു റെസ്പോൺസീവായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു 373cc എഞ്ചിൻ എന്ന് പറയുന്നത്. പിന്നീട് ഇപ്പം ഈ ഒരു ഓഫ് റോഡ് പാച്ച് കയറി വന്നപ്പോൾ ഓഫ് റോഡ് മോഡിൽ നല്ല രീതിക്കുള്ള ട്രാക്ഷൻ വണ്ടി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ 35 Nm ടോർക്ക് ഉണ്ട്, അതിൽ 80% ടോർക്ക് നമുക്ക് ബിലോ 3500 RPM കിട്ടുന്നതുകൊണ്ട് തന്നെ ചാൻസസ് വളരെ കൂടുതലാണ് ലൂസ് സർഫസിൽ വണ്ടി സ്കിഡ് ഓഫ് ആകാൻ വേണ്ടി, പ്രത്യേകിച്ച് ഓഫ് റോഡ് ടയർസ് പോലെയല്ല കിടക്കുന്നത്. എന്നിട്ട് കൂടി നമുക്ക് ഈ ഒരു ഓഫ് റോഡിൽ എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി പോകുന്ന പോലെയുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് ഇതുവരെ തോന്നിയില്ല. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ കാണുന്ന പ്ലേസസ് ഒക്കെ തന്നെ ഈ ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ വണ്ടി ലൈറ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഈവൻ ഓഫ് റോഡിലും വളരെ ലൈറ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, വല്ല ബാലൻസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പ്രോപ്പർ അഡ്വഞ്ചർ ബൈക്ക് അല്ലെങ്കിൽ ഒരു ടൂറിംഗ് ബൈക്ക് നമ്മൾ ഇതുപോലെയുള്ള ടെറൈൻസിലൂടെ കൊണ്ടുപോകുമ്പോൾ ഉള്ളൊരു കംഫർട്ടും കോൺഫിഡൻസും എന്തായാലും ഒരു നേക്കഡ് സ്പോർട്സ് ബൈക്കിനെ കൊണ്ട് തരാൻ സാധിക്കില്ല. എങ്കിലും ഒരേപോലെ നമുക്ക് ഓൺ റോഡും അത്യാവശ്യം ഇതുപോലുള്ള ടെറൈൻസ് ഒക്കെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മളെ അനുവദിക്കുന്ന ഒരു ബൈക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് മോഡ്സ് ഞാൻ പറഞ്ഞ പോലെ സ്വിച്ചബിൾ ആയിട്ടുള്ള ട്രാക്ഷൻ കൺട്രോൾ, ആ ഒരു ABS ഫംഗ്ഷനിങ് ആണെങ്കിൽ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് കാണും ചില സമയത്ത് ഞാൻ ബ്രേക്ക് പിടിക്കാൻ വണ്ടി പാളുന്നുണ്ട്. അത് ഞാൻ ABS കംപ്ലീറ്റ്ലി സ്വിച്ച് ഓഫ് ആക്കിയിട്ടല്ല. ഈ വാഹനത്തിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ABS സ്വിച്ച് ഓഫ് ആക്കാനും സാധിക്കില്ല. പക്ഷേ ഓഫ് റോഡ് മോഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓഫ് റോഡ്സിൽ ചെറിയ സ്ലൈഡ്സ് അടിക്കാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു റിയർ ABSും കാര്യങ്ങളൊക്കെ തന്നെ കാൽക്കുലേറ്റ് ആയിട്ടുള്ളത്. അതെനിക്ക് വളരെ നന്നായിട്ട് തോന്നി. കാരണം ലിവറിൽ നമുക്ക് തിരിച്ച് കിക്ക് കിട്ടുന്നുണ്ടെങ്കിലും അത് വളരെ ലേറ്റ് ആയിട്ടാണ് കിക്ക് കിട്ടുന്നത്. ഒന്ന് വണ്ടി പാളി കുറച്ച് ഒരു സ്ലൈഡ് ഇട്ടതിന് ശേഷം മാത്രമേ അവർ ABS ആക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ബിഗിനർ ആണെങ്കിൽ കൂടിയും ഇതുപോലുള്ള ഓഫ് റോഡ്സിൽ ഒരു ടെൻഷനും ഇല്ലാണ്ട് ഇപ്പം ഞാൻ കാണിച്ച പോലെയുള്ള കൊപ്പരകളൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നതാണ്. കാരണം നല്ലൊരു സേഫ് ഫീൽ നമുക്ക് കിട്ടും. വണ്ടി കയ്യിൽ നിന്ന് പോവില്ല എന്നുള്ളൊരു സേഫ് ഫീൽ കിട്ടുന്നുണ്ട്. സോ ഫ്രം എ സേഫ്റ്റി ആസ്പെക്ട് Bajaj have done a really good job. കാരണം multiple ride modes, multiple ABS modes and traction control is a really good features on the new Pulsar NS 400Z. നമ്മളിപ്പോൾ ഇതിൽ ഓഫ് റോഡ് മോഡിലാണ്. ഓഫ് റോഡിൽ തന്നെ ട്രാക്ഷൻ കൺട്രോളും ABSും എല്ലാം ഓൺ ആയിട്ടുള്ളൊരു മോഡാണ്. അതിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ സ്വിങ്
ഈ സ്വിംഗാമിനെ പറ്റിയിട്ടായിരുന്നു നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കമൻസ് വന്നിരുന്നത്. അതായത് അറ്റ്ലീസ്റ്റ് അവർക്ക് ഡൊമിനാറിൻ്റെ സ്വിംഗാമെങ്കിൽ ഈ ഒരു വാഹനത്തിൽ കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ് മോസ്റ്റ് ഓഫ് ദ ആളുകളും നമുക്ക് കമൻറ്റ് ചെയ്തിരുന്നത്. അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ്, ബജാജ് ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് കട്ട് തന്നെയാണ്. കാരണം സ്ക്വയർ ട്യൂബ് സ്വിംഗാമിനെക്കാളും എക്സ്പെൻസീവാണ് അലുമിനിയം സ്വിംഗാം എന്ന് പറയുന്നത്. സോ അത് ഇതുപോലുള്ളൊരു ബൈക്കിൽ, ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് പെർഫോമൻസ് ബൈക്കിൽ വെക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിനെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല. അത് മാത്രമല്ല, ഈ ഒരു സ്വിംഗാം പലരും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ NS200 സെയിം സ്വിംഗാമിനെ ഈ ഒരു 400 വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആക്ച്വലി അവിടെ ഒരു ചെറിയ തിരുത്തുണ്ട്. ഈ സ്വിംഗാം എന്ന് പറയുന്നത് NS200 സെയിം അല്ല. അതിനേക്കാളും ഏകദേശം 10 mm ലോങ്ങർ ആയിട്ടുള്ള ഒരു ബിഗർ സ്വിംഗാമാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. എങ്കിലും വണ്ടിയുടെ വീൽ ബേസിനെ അതധികം ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഡൊമിനർ 400-നേക്കാളും NS200-നേക്കാളും ഷോർട്ടർ വീൽ ബേസ് വരുന്നൊരു വാഹനമാണ് നമ്മുടെ പൾസർ NS400G എന്ന് പറയുന്നത്. 1344 mm മാത്രമാണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത്. അത് നമ്മളുടെ ഡൊമിനറിനേക്കാളും ഏകദേശം 10 mm ഷോർട്ടറാണ്. മാത്രമല്ല NS-നേക്കാളും ഈ ഒരു വാഹനത്തിന് റേറ്റ് ആംഗിളിന് ചേഞ്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് NS-നേക്കാളും ഇതിന് നമുക്ക് കുറച്ചുകൂടെ ഷോർട്ടർ വീൽ ബേസ് വരാനും കാരണം. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന മോഡലുകളുമായിട്ട് വ്യത്യാസം നമുക്ക് ഈ ഒരു പൾസർ 400 പ്രകടമാണ്. മാത്രമല്ല ഈ ഒരു വീൽ ബേസിലെ ഷോർട്ട്നെസ് നമുക്ക് വാഹനത്തിൻ്റെ ഹാൻഡ്ലിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം സിറ്റി ട്രാഫിക് കൊടുത്തവരൊക്കെ ക്യുക്ക് കട്ട്സ് അടിക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഈ ഒരു വാഹനത്തിൽ. വിത്ത് ഈ ഒരു പവറും ടോർക്കും കൂടെ ആകുമ്പോഴത്തേക്ക് അത് ഭയങ്കര മച്ച് മോർ ഈസിയറാണ് NS200 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. ഡൊമിനറിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ബൈക്ക് ആണെങ്കിൽ കൂടിയും ഡൊമിനറിനേക്കാളും ഏകദേശം 19 കിലോഗ്രാമോളമാണ് ഈ ഒരു NS400Gക്ക് വെയിറ്റ് ലോസ് വന്നിരിക്കുന്നത്. അതിന് കാരണം ഈ ഒരു NSൻ്റെ ബോഡി തന്നെയാണ്. കാരണം പുതിയൊരു ബോഡിയിലേക്ക് പോയിരുന്നെങ്കിൽ അവർക്ക് അത്രയും കൂടെ ആറാണ്ടി അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നതിനും കൂടുതൽ ടൈം, കൂടുതൽ മണി എല്ലാം അങ്ങനെ പോയേനും. സോ ഈ ഒരു പ്രൈസിൽ അവർക്ക് ഒരിക്കലും ഈ ഒരു വാഹനത്തെ ഇറക്കാൻ സാധിക്കില്ല. സോ ഓൾറെഡി ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഡിസൈൻ തന്നെ അവർ ഓപ്റ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വെയിറ്റ് റിഡക്ഷൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് വാഹനത്തിൻ്റെ പെർഫോമൻസിലും ഹാൻഡ്ലിങ്ങിലും കംഫർട്ടിലുമാണ്. കാരണം ഡൊമിനർ ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാതെ എന്തോരം ഹെവിയർ ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണെന്ന്. പക്ഷേ ആ ഹെവിനെസ് അതിനെ ഒരു തരത്തിൽ സഹായിക്കുന്നുണ്ട്. അത് ഒരു ഹൈവേ ക്രൂസറാണ്, ഒരു ടൂറിംഗ് ബൈക്കാണ്. സോ ഹൈവേസിൽ നമുക്ക് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി കുറേ കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് കണ്ട് ഈ ഒരു വെയിറ്റ് റിഡക്ഷൻ വന്നതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി പോയി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വാഹനത്തെ കൂടുതലും ബജാജ് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ സിറ്റി യൂസുകൾക്ക് വേണ്ടിയിട്ടും യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടും കുറച്ചുകൂടെ സ്പോർട്സ് റൈഡിങ്ങിന് വേണ്ടിയിട്ടുമാണ്. സോ അങ്ങനെയുള്ള റൈഡിങ് സിറ്റുവേഷൻസിൽ നമുക്ക് മാക്സിമം കംഫർട്ട്, മാക്സിമം കോൺഫിഡൻസ്, മാക്സിമം ത്രില്ല് തരിക എന്നുള്ള ഒരു എയിമിലാണ് ഈ ഒരു വെയിറ്റ് റിഡക്ഷൻ വന്നിരിക്കുന്നത്. അതെന്തായാലും ഈ ഒരു വാഹനത്തിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം വളരെ നല്ല ഒരു പവർ ടു വെയിറ്റ് റേഷ്യോ അല്ലെങ്കിൽ ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ, മണി ടു പവർ റേഷ്യോ ഒക്കെ തന്നെ തരുന്നൊരു വാഹനമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു NS400Z എന്ന് പറയുന്നത്. കാരണം സിറ്റി ട്രാഫിക്കിൽ ഓടിക്കുമ്പോൾ നമുക്ക് NS200 ഓടിക്കുന്ന അതേ ലാഘവത്തിൽ ഓടിച്ചുകൊണ്ട് നടക്കാം. ബട്ട് ഇൻക്രീസ്ഡ് പവറും ടോർക്കും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. NS ലോ എൻഡിൽ എന്തോരം മന്ദതയാണെന്ന് നമുക്കറിയാം. NSൻ്റെ എഞ്ചിനൊന്ന് അലൈവായി വരണേ തന്നെ ഓൾമോസ്റ്റ് 5000 RPM നമ്മൾ ക്രോസ് ചെയ്യണം. കുറേ കൂടെ ടോപ്പ് ആൻഡ് പവർ ഓറിയൻറ്റഡ് ആയിട്ടൊരു മോട്ടോർ സൈക്കിളായിരുന്നു NS200. ബട്ട് NS400 വരുമ്പോഴത്തേക്ക് കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. ആ ഒരു ഡൊമിനറിൻ്റെ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോ ആൻഡ് മിഡ് റേഞ്ച് പഞ്ചിനാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഡൊമിനറിനേക്കാളും കുറേ കൂടെ ഡിഫറൻ്റ് ആയിട്ട് ട്യൂൺ ചെയ്തിരിക്കുന്നത് തന്നെ നമുക്ക് ആ ഒരു ക്യുക്ക് ത്രോട്ടിൽ റെസ്പോൺസും ആ ഒരു ക്യുക്ക് പവർ ഡെലിവറി, പവർ ആൻഡ് ടോർക്ക് ഡെലിവറിയും ഇതിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിടക്കുന്ന ഗിയറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ബ്ലിപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ വണ്ടി നല്ല രീതിക്ക് പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഈ ഒരു വെയിറ്റ് റിഡക്ഷൻ്റെ കാര്യം കൊണ്ടാണ്. കാരണം 20 കിലോ അല്ലെങ്കിൽ 19 കിലോ ഒരു വണ്ടിയിൽ കുറയാന്ന് പറയുന്നത് നല്ല ഒരു കുറച്ചിൽ തന്നെയാണ്. അപ്പോൾ പിന്നീട് വരുന്നത് ഹാൻഡ്ലിങ്ങിലാണ്. സിറ്റി ട്രാഫിക്കിലൂടെ നമ്മൾ ഫിൽറ്റർ ചെയ്യുന്ന പോകുന്ന സമയത്ത്, കോർണേഴ്സ് എടുക്കുന്ന സമയത്ത്, ഇതുപോലെയുള്ള ഓഫ് റോഡ് പാച്ചസിലൂടെ ഓടിക്കുന്ന സമയത്ത്, അങ്ങനെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വളരെ ട്രിക്കി സിറ്റുവേഷൻസിലൂടെ ഒക്കെ ഓടിക്കുമ്പോൾ നമുക്ക് അറ്റ് ദ എൻഡ് റൈഡറിന് കുറേ കൂടെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു റൈഡ് ഓഫർ ചെയ്യുന്നത് എപ്പോഴും ലൈറ്റ് മോട്ടോർ സൈക്കിൾസ് ആയിരിക്കും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ലൈറ്റ് വെയ്റ്റഡ് മോട്ടോർ സൈക്കിളും കൂടെ ആയി മാറിയിരിക്കുകയാണ് NS200. കാരണം 174 കിലോഗ്രാമാണ് ഇതിൻ്റെ കെർബ് വെയിറ്റ് വരുന്നത്. ഈ ഒരു 35 Nm ടോർക്ക് ആൻഡ് 40 PS പവറോടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇറ്റ്സ് വെരി ഗുഡ്. അതേപോലെ തന്നെ വണ്ടിയിൽ കയറി ഇരുന്നാൽ അല്ലെങ്കിൽ നമുക്കിങ്ങനെ മാറ്റുന്ന സമയത്താണെങ്കിൽ തന്നെ വലിയൊരു ഹെവി ഫീൽ വരുന്നില്ല. കയറി നിന്ന് ഓടിക്കുമ്പോൾ ഒട്ടും തന്നെ ഇല്ല. കോർണേഴ്സിലോട്ടൊക്കെ തന്നെ നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഡിപ്പ് ചെയ്യാൻ സാധിക്കും. കോർണർ ടു കോർണർ ട്രാൻസിഷൻസ് ആണെങ്കിൽ തന്നെ വളരെ വളരെ നിമ്പിളായിട്ട് തന്നെ വാഹനം അത് പെർഫോം ചെയ്യും. കാരണം ഷോർട്ടർ വീൽ ബേസ് ആൻഡ് ലൈറ്റർ മോട്ടോർ സൈക്കിൾ, മോർ പവർ മീൻസ് മോർ ഫൺ ആൻഡ് മോർ ത്രിൽ. ഫ്രണ്ടിൽ എൻഡ്യൂറൻസിൻ്റെ 43 mm USD ഫോർക്കാണ് വരുന്നത്. അതും ഷാമ്പൈൻ ഗോൾഡ് കളറിൽ. ഈ ഒരു ഗ്രേ കളറിൻ്റെയും വൈറ്റ് കളറിൻ്റെ അവിടെയൊക്കെ തന്നെ ഭയങ്കര ഒരു കോൺട്രാസ്റ്റ് ആയിട്ടാണ് എനിക്കൊരു സസ്പെൻഷൻ്റെ കളർ തോന്നുന്നത്. ബാക്കിൽ നമുക്ക് 6 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള നൈട്രോ സ്റ്റാർട്ട് മോണോ ഷോക്കും വരുന്നുണ്ട്. ഈ സ്പെക്കിനേക്കാളും ഈ സസ്പെൻഷനെ എത്ര വെൽ ട്യൂൺഡ് ആണെന്നുള്ളതാണ് ഇതിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കി നിർത്തുന്നത്. കാരണം നമുക്ക് നമ്മുടെ നോർമൽ റൈഡിങ് കണ്ടീഷൻസ്, അതായത് നമ്മുടെ നാട്ടിലെ റോഡുകൾ, ഇപ്പോൾ നമ്മൾ പൂനെയിൽ ഓടിച്ച റോഡിലൊക്കെ തന്നെ ഒരുമാതിരി അൺഈവനായിട്ട് കിടക്കുന്ന
അത്ര നല്ലതല്ലാത്ത റോഡുകളാണ്. അപ്പോൾ ആ റോഡ്സിലൊക്കെ തന്നെ നമുക്ക് നല്ല ഒരു റൈഡ് ബാലൻസ് ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഡെയിലി കോളേജിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകുന്നു, ഓഫീസിലേക്ക് പോകുന്നു, തിരിച്ചു പോകുന്നു, ഈ കമ്മ്യൂട്ട്സ് ഒക്കെ തന്നെ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യണം, പെട്ടെന്ന് നമുക്ക് 2-3 വണ്ടിയൊക്കെ ഓവർടേക്ക് ചെയ്യണമെന്ന് പറഞ്ഞാലും നല്ല ഒരു ബാലൻസ് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും ടോർക്ക് ഇൻക്രീസ് വന്നെന്ന് പറഞ്ഞാലും വണ്ടിക്ക് ആ ഒരു വെയിറ്റ് ഷിഫ്റ്റോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കില്ല. വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള റൈഡാണ് ഓഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ട്രാക്കിൽ ഓടിച്ച സമയത്തും നല്ല കോൺഫിഡൻസ് ആണ് കോർണേഴ്സിൽ ഈ ഒരു സസ്പെൻഷൻ തരുന്നത്. കാരണം നമുക്ക് നല്ല രീതിക്ക് വണ്ടിയെ പുഷ് ചെയ്ത് ഓടിക്കാൻ പറ്റും. ഈ ഒരു പവർ ആൻഡ് ടോർക്കിൽ വന്ന ഇൻക്രീസ് കൊണ്ട്, അല്ലെങ്കിൽ ഇത്രയും പവർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് കോർണേഴ്സ് എൻജോയ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കാണ് സസ്പെൻഷൻ വന്നിരിക്കുന്നത്. പ്ലസ് ഒരു കംഫർട്ടബിൾ സസ്പെൻഷൻ സെറ്റപ്പും കൂടിയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ സസ്പെൻഷൻ. നല്ല ഒരു പ്ലഷ് റൈഡ് സ്ലോ സ്പീഡ്സിലും ഹൈ സ്പീഡ്സിൽ വേണ്ടത്ര സ്റ്റെബിലിറ്റിയും തരുന്നുണ്ട്. പിന്നെ ബ്രേക്ക് ചെയ്യുന്ന സമയത്തേക്ക് ഒരു ഇനിഷ്യലി വലിയൊരു ഡൈവ് ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഹാർഡ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫ്രണ്ട് സസ്പെൻഷൻ കംപ്രസ് ആകും. ബട്ട് അതൊക്കെ പോട്ടേന്ന് വെക്കാൻ സാധിക്കും നമുക്ക്. എന്നാലും അത് കോൺഫിഡൻസിനെ നമുക്ക് അധികം കുറവ് വരുത്തുന്നില്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കോൺഫിഡൻസ് നമുക്ക് അപ്പോഴും കിട്ടുന്നുണ്ട്. സോ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുഡ് സസ്പെൻഷൻ. 807mm സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു ആവറേജ് ഇന്ത്യൻ റൈഡറിനെ സംബന്ധിച്ചോട്ട് ഒരു നല്ല സീറ്റ് ഹൈറ്റ് തന്നെയാണ്. കാരണം കൂടുതൽ ആളുകളും ഈ ഒരു വാഹനം കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. പോരാതെ തന്നെ സീറ്റിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നാരോ ഡൗൺ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കാല് തറയെ കുത്താൻ സാധിക്കും. ഈ കാല് കയറ്റി വെച്ചാൽ തന്നെ നമ്മൾ ഒരു കുറച്ച് സ്പോർട്ടി ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇതിൽ ഇങ്ങനെ ഇരുന്ന് ടൂർ ചെയ്യാനും സാധിക്കും, കമ്മ്യൂട്ട് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ സ്പോർട്ടി ആയിട്ട് ഓടിക്കുമ്പോൾ കോർണേഴ്സൊക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല സപ്പോർട്ട് തരുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഫുഡ് പേക്ക്. അതുപോലെ തന്നെ പുതിയ ഹാൻഡിൽ ബാറാണ് വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഒരു ടേപ്പേർഡ് ടൈപ്പ് ഹാൻഡിൽ ബാറാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ക്ലിപ്പ് ഓൺസിൽ നിന്ന് ബാർ ടൈപ്പ് ഹാൻഡിൽ ബാറിലേക്ക് മാറിയെന്നുള്ളത്. സോ വാഹനത്തിൻ്റെ ആ ഒരു റൈഡിങ് ജോമെട്രിയിൽ ചെറിയ വ്യത്യാസം വരുത്തിയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടുമാണ് ഈ ഒരു ഹാൻഡിൽ ബാർ വന്നിരിക്കുന്നത്. ഇതൊരു പുതിയ ഹാൻഡിൽ ബാർ യൂണിറ്റാണ്. വേറെ ഒരു പൾസേഴ്സിലും നമുക്ക് ഈ ഒരു ഹാൻഡിൽ ബാർ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. ഈ പറഞ്ഞ പോലെ ടേപ്പേഡ് ആയതുകൊണ്ട് തന്നെ നടുക്ക് കനക്കൂടുതലും വശങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് കനക്കുറവാണ്. ഇത് നമ്മളെ 2 കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒന്ന്, നടുക്ക് കനമായതുകൊണ്ട് തന്നെ മാസ് എപ്പോഴും സെൻട്രലൈസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ലിവറേജ് കുറേ കൂടെ ബെറ്റർ ആണ്, കുറച്ചുകൂടെ ലൈറ്റർ ആയിരിക്കും, കുറച്ചുകൂടെ റെസ്പോൺസീവ് ആയിരിക്കും. അതേപോലെ തന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കനം കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ബാറിലെ ഗ്രിപ്പിലേക്ക് കിട്ടുന്ന വൈബ്രേഷൻസിൻ്റെ അളവെന്ന് പറയുന്നത് കുറച്ചും കൂടെ കുറവായിരിക്കും. സോ ഓവറോൾ നോക്കി കഴിഞ്ഞാൽ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള, എന്നാൽ നല്ല എൻഗേജിങ് ആൻഡ് ഫൺ ആയിട്ടുള്ള ഒരു റൈഡിങ് പൊസിഷനാണ് വാഹനത്തിൽ വരുന്നത്. ഇരുന്ന് കഴിഞ്ഞാൽ ടാങ്കിനെ നമുക്ക് പ്രോപ്പറായിട്ട് ഗ്രിപ്പ് ചെയ്യാം. കോർണേഴ്സ് ചെയ്യുന്ന സമയത്തും നന്നായിട്ട് ഈ ഒരു ടാങ്കിൽ നമുക്ക് നമ്മുടെ കാലുകൊണ്ട് ആങ്കർ ചെയ്ത് വണ്ടി ഓടിക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ വണ്ടിയിൽ നമുക്ക് നല്ല ഗ്രിപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സീറ്റ് എടുത്ത് പറയേണ്ടതാണ്. സീറ്റ് നമ്മുടെ NS വന്നിരിക്കുന്ന സെയിം സീറ്റ് തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. അതിൽ വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. സെയിം ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇരുന്ന് പോകാനായിട്ട് നല്ല കംഫർട്ടബിൾ ആണ്. ഒരുപാട് അങ്ങ് സോഫ്റ്റ് അല്ല, എന്നാൽ ഒരുപാട് ഹാർഡുമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ട്രാവൽസൊക്കെ തന്നെ ഈ ഒരു സീറ്റിൽ ചെയ്യാൻ സാധിക്കും. പെട്ടെന്ന് നമുക്ക് ബാക്കിൽ പെരുപ്പോ കാര്യങ്ങളൊന്നും തന്നെ വരാൻ സാധ്യതയില്ല. അതേപോലെയാണ് ബാക്ക് സീറ്റ് എന്ന് പറയുന്നത്. പില്ലണെ നമുക്ക് അത്യാവശ്യം വെച്ചുകൊണ്ട് ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവൽസ് ഒക്കെ തന്നെ നടത്താവുന്നതാണ്. ഗ്രാബ് റെയിൽസിലും വ്യത്യാസമില്ല. അതിലുണ്ടായിരുന്ന നമ്മുടെ NS 200 കാണുന്ന സെയിം ഗ്രാബ് റെയിൽസ് ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. നന്നായിട്ട് ബാക്കി ഇരിക്കുന്ന ആൾക്ക് ഈ ഒരു ഗ്രാബ് റെയിലിനെ ഹോൾഡ് ചെയ്തിരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഓവറോൾ റൈഡിങ് ജോമെട്രിയെ പറ്റി പറയാനുള്ളത്. പിന്നീട് ഹാൻഡിൽ ബാർ സ്വിച്ചസിലൊക്കെ തന്നെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലേഔട്ടിൽ ചേഞ്ചസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൽ നമുക്ക് ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഒരു പൾസറിൽ ഹസാർഡ് ലൈറ്റ് കൊണ്ടുവരുന്നത് ബജാജ്. അതും ഈ ഒരു 400Zയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ റൈറ്റ് ഹാൻഡിൽ തന്നെ ഹസാർഡ് മോഡിൽ വരുന്നുണ്ട്. ഇൻറ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ബട്ടണോട് കൂടി വരുന്ന കിൽ സ്വിച്ച് ഉണ്ട്. താഴെ നമുക്ക് ഹെഡ് ലാമ്പിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈ ബീം ലോ ബീം സെലക്ടർ, അതുപോലെ തന്നെ പുതിയ ഡിസ്പ്ലേ നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൾട്ടി വേ സ്വിച്ച് കൺട്രോൾസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടേൺ ഇൻഡിക്കേറ്റർ, ഹോൺ, ഇത്ര കാര്യങ്ങളാണ് ഹാൻഡിൽ ബാറിൽ വന്നിരിക്കുന്ന മറ്റു മാറ്റങ്ങൾ. പിന്നെ അഡ്ജസ്റ്റബിൾ ലിവർ ഉള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഞാൻ ഇന്ന് രാവിലെ ട്രാക്കിൽ ഓടിച്ച സമയത്തേക്ക് അഡ്ജസ്റ്റബിൾ ലിവർ ഞാൻ എൻ്റെ റീച്ചിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് കുറച്ചും കൂടെ ട്രാക്കിൽ വണ്ടി ഓടിക്കാൻ കോൺഫിഡൻസ് ആയി. കാരണം ക്വിക്കായിട്ട് നമ്മൾ ഗിയർ സപ്പ് ചെയ്യുമ്പം ക്ലച്ച് പിടിക്കുകയാണെന്നുണ്ടെങ്കിലും ബ്രേക്ക് പിടിക്കുകയാണെന്നെങ്കിലും ഒക്കെ കറക്റ്റ് ആ ഒരു റീച്ച് കിട്ടുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പം അതും ഇതിലുണ്ട്. പിന്നീട് ഈ ഒരു ഡിസ്പ്ലേയുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. ഡിസ്പ്ലേ നല്ല ഷാർപ്പാണ്. അതായത് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ LCD പാനലും ഡിസ്പ്ലേയുടെ മേളിലെ ഗ്ലാസും തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഇല്ല, അതായത് വലിയ ഗ്യാപ്പില്ല. അതുകൊണ്ട് തന്നെ ചില ഡിസ്പ്ലേയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വേപ്പറൈസേഷൻ വരുന്ന അകത്ത് വാട്ടർ കണ്ടൻസേഷൻ വരും. അത് ഇതിൽ വരില്ല. മാത്രമല്ല ഇത് കുറേ കൂടെ ക്രിസ്പി ആൻഡ് ക്ലിയർ കൂടിയാണ്. അപ്പം ഇത്രയും ബ്രൈറ്റ് ഡേ കണ്ടീഷനിൽ പോലും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഇതിലെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ റീഡ് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ്. പിന്നീട് നമുക്കിതിൽ കൊടുത്തിരിക്കുന്നത്, അതായത് 10x10 നാവിഗേഷൻ ഫംഗ്ഷൻസിനും ബാക്കി മെനു ഫംഗ്ഷൻസിനും ഒക്കെ തന്നെ വന്നിരിക്കുന്ന ഒരു ഡോട്ട് മെട്രിക്സ് ഡിസ്പ്ലേ ആണ്. അതും വളരെ ഷാർപ്പാണ്. നമുക്ക് ഈ ഒരു ജോയ്സ്റ്റിക്ക് യൂസ് ചെയ്ത് അതിലൂടെ നാവിഗേറ്റ് ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു
മീറ്റർ കൺസോളുമാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നിയത് ഗ്ലെയറും ഇതിന് കുറവാണ്. റിവേഴ്സ് LCD അതുകൊണ്ട് തന്നെ നമുക്ക് ബെറ്റർ വിസിബിലിറ്റി കിട്ടും. അതുപോലെ തന്നെ ഗ്ലെയറും അധികം അടിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ല രീതിക്ക് ഗ്ലെയർ കൺട്രോളിങ്ങും വന്നിരിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ്. അങ്ങനെ ക്വാളിറ്റി വൈസ് നോക്കിയാൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യും. അൺഈവൻ വൈബ്രേഷനോ കാര്യങ്ങളൊന്നും തന്നെ അതിൻ്റെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യില്ല. ഡിസ്പ്ലേയുടെ തൊട്ട് താഴെയായിട്ട് നമുക്ക് USB ചാർജർ പോർട്ട് വരുന്നുണ്ട്. അതും നന്നായി ഇവിടെ സൈഡിലും അവിടെ ഒന്നും കൊടുത്ത് നമുക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിക്കല്ല, നേരെ ഫ്രണ്ടിൽ തന്നെയാണ് നമുക്ക് ഈസി ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാനും സാധിക്കും. മിറേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, നമ്മുടെ ഡൊമിനർ 400ൻ്റെ സെയിം മിറേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓഫ് കോഴ്സ് നമ്മൾ അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ നല്ല സ്റ്റേഡി ആയിട്ടാണ് മിറേഴ്സ് വന്നിരിക്കുന്നത്. കാരണം ഇതിന് നമ്മുടെ NS200 മിറേഴ്സ് നമുക്കറിയാം വലിയൊരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് തോന്നിക്കില്ല. പക്ഷേ ഇത് നല്ല പ്രീമിയം ബിൽഡായിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള അത്യാവശ്യം വിസിബിലിറ്റി തരുന്ന ഒരു മിററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ടാങ്ക് കപ്പാസിറ്റി 12 ലിറ്റർ തന്നെയാണ് NS200ൻ്റെ സെയിം. അതും നമ്മൾ ചോദിച്ചിരുന്നു 12 ലിറ്റർ ഇതിൽ കൂടുതൽ കൊടുക്കാറുന്നില്ല, എഞ്ചിൻ ബിഗ് ആയില്ല, അപ്പോൾ കുറച്ചും കൂടെ ടൂറിംഗ് റേഞ്ച് അല്ലെങ്കിൽ ടാങ്ക് റേഞ്ച് വാഹനത്തിന് കിട്ടില്ല എന്നുള്ളത്. അവിടെയും ബജാജിൻ്റെ ഒറ്റ ആൻസർ ഇതേ ഉള്ളൂ, കോസ്റ്റ് കട്ടിങ്. കാരണം പുതിയൊരു ടാങ്ക് ഈ ഒരു വാഹനത്തിൽ കൊടുക്കുക എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ലേഔട്ടിനെ എൻറ്റയർലി ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് വെറുതെ ഇപ്പം 12 മാറ്റിയിട്ട് 15 വെച്ചേക്കാമെന്നല്ല, അങ്ങനെ ഒന്ന് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഈ വാഹനത്തിലിരിക്കുന്ന എയർ ബോക്സിലും അതുപോലെ തന്നെ എഞ്ചിൻ്റെ പ്ലേസ്മെൻറ്റിലും അങ്ങനെ ഈ ബാക്കി ഡിസൈനിലെല്ലാം തന്നെ അത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ വീണ്ടും അവരിതിൽ R&D ചെയ്യേണ്ടി വരും. അത് വീണ്ടും വാഹനത്തിൻ്റെ കോസ്റ്റ് കൂടാനായിട്ട് കാരണമാവും. അതുകൊണ്ടാണ് അവർ സെയിം NSലുള്ള അതേ ഫ്യൂൽ ടാങ്ക് തന്നെ കൊടുത്തിരിക്കുന്നത്. 12 ലിറ്ററാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ക്ലെയിംഡ് മൈലേജ് എന്ന് പറയുന്നത് 28 km/ലിറ്റർ ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ നോർമൽ സിറ്റി യൂസ് അല്ലെങ്കിൽ വീക്കെൻഡ് ടൂറിങ്ങൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ഇൻ്റർസ്റ്റേറ്റ് യാത്രകളൊക്കെ ഒത്തിരി നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തോരം ടാങ്ക് റേഞ്ച് വരും അല്ലെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഫീസിബിൾ ആണെന്നുള്ളത് നമുക്ക് ലോങ് ടൈമിലേക്ക് നോക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ വെയിറ്റ് കുറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവർ ഈ ഒരു ഫ്യൂൽ എഫിഷ്യൻസി ക്ലെയിം ചെയ്യുമെങ്കിലും മൾട്ടിപ്പിൾ റൈഡിംഗ് മോഡ്സ് ഉണ്ട് നമുക്ക്. സോ റോഡിൽ നമ്മൾ ഈ വാഹനത്തെ ഉപയോഗിക്കുന്ന സമയത്തേക്ക് കുറേ കൂടെ മൈലേജ് കിട്ടാൻ സാധ്യതയുണ്ട്. അതെന്തായാലും നമുക്ക് വാഹനം ലോങ് ടൈമിലേക്ക് കിട്ടുമ്പോഴത്തേക്ക് ടെസ്റ്റ് ഔട്ട് ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അത്രയാണ് ഈ ഒരു ഏരിയയിൽ പറയാനായിട്ടുള്ളത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് 17 ഇഞ്ച് വീൽസാണ് വരുന്നത്. അതും നമ്മുടെ പുതിയ NS സീരീസിൽ വരുന്ന ലൈറ്റർ അലോയ് വീൽസാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 1 കിലോയോളം നമ്മുടെ പ്രീവിയസ് പൾസർ മോഡൽസിൽ നിന്നും ഇതിന് വ്യത്യാസം വരുന്നുണ്ട്. അപ്പം അൺസ്പ്രങ് മാസ് തീർച്ചയായിട്ടും വാഹനത്തിന് കുറവാണ്. അതിൽ ഫ്രണ്ടിൽ നമുക്ക് 110 സെക്ഷൻ ടയറും ബാക്കിൽ 140 സെക്ഷൻ ടയറുമാണ് വന്നിരിക്കുന്നത്. അവിടെ നിങ്ങൾ പലരും കമൻറ്റ് ചെയ്തതാണ് ഒരു 400cc അറ്റ്ലീസ്റ്റ് 150 എങ്കിലും ബജാജിന് കൊടുക്കാമായിരുന്നു എന്നുള്ളത്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അവർ 140 വരെ പോയ സ്ഥിതിക്ക് 150 തന്നെ കൊടുക്കാമായിരുന്നു. കാരണം ഓഫ് കോഴ്സ് അത് കോസ്റ്റിൽ ഒരു ഇൻക്രീസ് വരുത്തുമെന്നുണ്ടെങ്കിൽ ഒരു 150 സെക്ഷൻ ടയർ ഓപ്റ്റ് ചെയ്യുന്നതിൽ ഒരു വലിയ ഇൻക്രീസ്, അറ്റ്ലീസ്റ്റ് അത് ഒരു ഇൻക്രീസ് ഉണ്ടായാൽ തന്നെ അത് ആളുകൾക്ക് അഫോർഡ് ചെയ്യാവുന്ന രീതിക്കുള്ള ഒരു ഇൻക്രീസ് തന്നെ ആയിരിക്കും. സോ 140 അവർക്ക് 150ലേക്ക് പോകാമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഈ കൊടുത്തിരിക്കുന്ന ടയേഴ്സ് എന്ന് പറയുന്നത് സാധാരണ നേരത്തെ വന്നിരുന്ന ടയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ ഒരു കോർണറിങ് കോൺഫിഡൻസോ അല്ലെങ്കിൽ ഗ്രിപ്പ് ലെവൽസ് ഒന്നും തരാത്തതാണ്. കൂടുതൽ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത രീതികളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് MRFൻ്റെ REVC S സീരീസ് ഓഫ് ടയേഴ്സാണ്. S റേറ്റഡ് ടയറാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേഡിയൽ ടയേഴ്സാണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് നമുക്ക് റേഡിയൽ ടയേഴ്സാണ്. ട്രാക്കിൽ ഞാൻ അത്യാവശ്യം നല്ലപോലെ വണ്ടിയെ കിടത്തി നോക്കി. എനിക്ക് കോൺഫിഡൻസ് അധികം ലൂസ് ചെയ്യുന്ന ഫീൽ ഉണ്ടായില്ല. ഐ വാസ് സർപ്രൈസ്ഡ്. അതുപോലെ തന്നെ റോഡിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസിനോട് നീതി പുലർത്തുന്ന രീതിക്കുള്ള ഒരു ടയർ ഗ്രിപ്പ് പെർഫോമൻസ് ആണ് എനിക്ക് തോന്നിയത്. ഈവൻ നമ്മൾ ഓഫ് റോഡിൽ പോലും കയറ്റി ഓടിച്ച് നോക്കി, അവിടെ നല്ലൊരു കോൺഫിഡൻസ് തരാനായിട്ട് ഈ ഒരു ടയറിനെ കൊണ്ട് സാധിച്ചു. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു ക്വാളിറ്റി ടയർ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ബാക്കിൽ നമുക്ക് 150 ആവാമായിരുന്നു. ഇനി ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രേക്കിൽ ഫ്രണ്ടിൽ നമുക്ക് വരുന്നത് 320 mm ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ് ഡിസ്ക് ബ്രേക്കാണ്, ഡിസ്ക് റോട്ടറാണ്. അപ്പം ഈ ഫ്ലോട്ടിംഗ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെയിറ്റ് കുറവാണ്. അൺസ്പ്രങ് മാസ് കുറയാനായിട്ട് ഈ ഒരു ഡിസ്ക് ബ്രേക്കും ഫ്ലോട്ടിംഗ് ടൈപ്പ് ആയതുകൊണ്ട് നന്നായി. അതുപോലെ അതിൽ നമുക്ക് ഗ്രിമെക്കയുടെ 2 പോർട്ട് ആക്ച്വൽ കാലിപ്പറുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതും നമ്മൾ ചോദിച്ചു റേഡിയൽ കാലിപ്പർ എന്തുകൊണ്ട് കൊടുത്തില്ല. ഓഫ് കോഴ്സ് അതും കോസ്റ്റ് കട്ടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കൊടുക്കാഞ്ഞത്. മാത്രമല്ല ഗ്രിമെക്കയുടെ ഈ ഒരു ബ്രേക്ക് യൂണിറ്റ് മറ്റ് പല പൾസേഴ്സിലും യൂസ് ചെയ്ത് വരുന്നത് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പെർഫോമൻസ് സാറ്റിസ്ഫൈങ് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തിലേക്കും മാറ്റി വെച്ചിരിക്കുന്നത്. അത് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നിർത്താൻ സാധിക്കും ഈ ഒരു ബൈക്കിനെ. ഈ ഒരു ബ്രേക്സ് വെച്ചിട്ട് നമുക്ക് പിടിച്ച് നിർത്താനായിട്ട് പറ്റുന്ന ഒരു ബ്രേക്കിംഗ് അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് പവറൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ബ്രേഡഡ് ലൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ മൾട്ടിപ്പിൾ ABS മോഡ്സ് ഉള്ളതും ഒരു സേഫ്റ്റി ആസ്പെക്റ്റാണ്. സോ ബ്രേക്കിങ്ങിൽ നമുക്ക് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇതും ഓക്കെ എന്നുള്ള രീതിക്ക് തന്നെ പോകുന്ന തരത്തിലാണ് അതിൻ്റെ പെർഫോമൻസും വരുന്നത്. ബാക്കിലും നമുക്ക് ABS അവൈലബിൾ ആണ്. ഡ്യുവൽ ചാനൽ ABSലാണ് വണ്ടി വരുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ ബ്രേക്കിംഗ് ടെസ്റ്റ് നടത്തി നോക്കാം. ABS മോഡെല്ലാം ഉണ്ട്. അപ്പോൾ വണ്ടി ലോക്ക് ആകുമ്പോൾ വലിയ എത്ര ഡിസ്റ്റൻസ് നിൽക്കും എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം.
ആൻഡ് ഫൈനലി ദ സ്റ്റാർ ഓഫ് ദ ഷോ 373cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DRC എഞ്ചിൻ. ഡൊമിനറിലിരിക്കുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്, പക്ഷേ റൈഡ് ബൈ വയർ ത്രോട്ടിൽ വന്നുകൊണ്ട് തന്നെ ഇതിൽ മൾട്ടിപ്പിൾ റൈഡിംഗ് മോഡ്സും അതുപോലെ തന്നെ സ്വിച്ചബിൾ ട്രാക്ഷൻ കൺട്രോളും ആഡാക്കി. 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച്. അതുപോലെ തന്നെ ഫൈനൽ ഡ്രൈവിലും ബജാജ് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ബാക്കിലെ സ്പ്രോക്കറ്റിൽ ഒരു ടീത്തോടെ കൂട്ടി ഇപ്പോൾ ഇത് 16:46 ആണ് ഇപ്പോൾ ഇതിൻ്റെ ആ സ്പ്രോക്കറ്റ് റേഷ്യോ വരുന്നത്. അതേപോലെ തന്നെ റിഫൈൻമെൻറ്റ് ലെവൽസിലും വൻ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. അതായത് ഡൊമിനറിൽ നമുക്ക് കുറച്ചും കൂടെ സ്ട്രെസ്ഡ് ആയിട്ട് തോന്നും ഈ ഒരു എഞ്ചിൻ, കുറേ കൂടെ വൈബ്രേഷൻസ് തോന്നിക്കുക, ആ ഒരു അത്രയും വെയിറ്റ് ക്യാരി ചെയ്യണം ആ ഒരു എഞ്ചിന്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ തിരിച്ചാണ്. അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാണെന്ന് പറയുന്ന അവസ്ഥയാണ് ഇപ്പം ഈ ഒരു എഞ്ചിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ. കാരണം ഈ ഒരു ലൈറ്റർ കോമ്പാക്റ്റ് ബോഡിയിലേക്ക് ഈ ഒരു പെർഫോമൻസ് പാക്ഡ് എഞ്ചിൻ വെച്ചപ്പോഴത്തേക്ക് ഭയങ്കര ഫൺ ടു റൈഡായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു NS 400Z എന്ന് പറയുന്നത്. കാരണം 40 PS ഓഫ് പവർ ആൻഡ് 35 Nm ഓഫ് ടോർക്ക് ഈസ് നോട്ട് എ ജോക്ക്. അത് നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ മനസ്സിലാവും. കാരണം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള എഞ്ചിനായി മാറിയിരിക്കുകയാണിത്. നമ്മൾ ട്രാക്കിൽ ഫുൾ ത്രോട്ടിൽ ഇത് ഓടിച്ചു. ഓൾമോസ്റ്റ് ഞാനൊരു 160 ഒക്കെ ടച്ച് ചെയ്തിരുന്നു ഇത് ടോപ്പ് സ്പീഡിൽ. അല്ലെങ്കിൽ തന്നെ നമുക്ക് 0 to 60 2.8 കവറാവും. അതുപോലെ തന്നെ 0 to 100 0 to 140 ഒക്കെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണിത്. പവർ ബാൻഡ് നിൽക്കുന്നത് നമ്മളുടെ റൈറ്റ് ഫ്രം 3000 to 3500 RPM മുതൽ അപ് ടു 9000 RPM വരെയാണ്. ആ ഒരു 8800 RPM 9000 RPM ഒക്കെ ആകുമ്പോഴത്തേക്ക് വണ്ടി സാച്ചുറേറ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. 9500 റേഞ്ചിലാണ് ഇതിൻ്റെ കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ ആ ഒരു കട്ട് ഓഫ് അടിക്കുമ്പോഴത്തേക്ക് വണ്ടിയുടെ പവർ സാച്ചുറേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും ആ ഒരു 8500 അല്ലെങ്കിൽ 8800 പീക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന RPMലേക്ക് വരുമ്പോഴത്തേക്ക് നല്ലൊരു പഞ്ചി പെർഫോമൻസ് ആണ് വരുന്നത്. അതായത് റൈറ്റ് ഫ്രം ദ ബോട്ടം ടിൽ 8800 RPM നിങ്ങൾക്ക് നല്ല വലിച്ചെടുത്തുകൊണ്ട് നമ്മൾ വണ്ടി പോകും. അതിലൂടെ ഈ ഒരു ഗിയർ ബോക്സ് എന്നും ബജാജിൻ്റെ പ്ലസ് പോയിൻ്റാണ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. വളരെ ക്രിസ്പാണ്, വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ്. നമുക്ക് ഓരോ ഗിയേഴ്സും മാറാനായിട്ട് ഭയങ്കര ഫണ്ണാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൊടുക്കുക മാറുക നമ്മൾ നോക്കി നിൽക്കുമ്പോൾ വണ്ടി 100 140 120 കയറും. സോ അങ്ങനെയാണ് വണ്ടിയുടെ പെർഫോമൻസ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ മൈലേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 28 കമ്പനി ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഉറപ്പാണ് റൈഡിംഗ് മോഡ്സ് മൾട്ടിപ്പിൾ ഉള്ളതുകൊണ്ട് തന്നെ റോഡ് മോഡിൽ ഇടുമ്പോൾ ഉള്ള റെസ്പോൺസ് അല്ല നമുക്ക് ഓഫ് റോഡ് മോഡിൽ ഇടുമ്പോൾ ഉള്ളത്, അതേപോലെ റൈഡ് മോഡിൽ ഇടുമ്പോൾ ഉള്ളത്, സ്പോർട്സ് മോഡിൽ ഇടുമ്പോൾ ഉള്ളത്. സ്പോർട്സ് മോഡിൽ ഇടുമ്പോഴാണ് എഞ്ചിൻ മോസ്റ്റ് അഗ്രസീവ് പെർഫോമൻസ് വരുന്നത്. അതായത് ജസ്റ്റ് ഓരോ ത്രോട്ടിൽ ബ്ലിപ്പിങ്ങും വളരെ ഷാർപ്പായിരിക്കും, ചാടി നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. റോഡ് മോഡിലേക്ക് ഇടുമ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് ഈസ് ഔട്ട് ആവും. സെയിം എമൗണ്ട് ഓഫ് ടോർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും അത് ഭയങ്കര ഈസി ആയിട്ടാണ് വണ്ടി തരുന്നത്. ലീനിയർ വേയിലാണ് തരുന്നത്, അത്ര അഗ്രസീവായിട്ട് തരില്ല സ്പോർട്സ് മോഡിനെ പോലെ. റെയിനിലേക്ക് വരുമ്പോഴത്തേക്ക് കാര്യങ്ങൾ വീണ്ടും ഈസ് ഔട്ട് ആവുകയാണ്. അതായത് ഒരു കാരണവശാൽ നിങ്ങൾ തെന്നി വീഴുന്നുള്ള രീതിക്കുള്ള പെർഫോമൻസ് ആണ് വണ്ടി ഭാഗത്തുനിന്ന് വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 250cc ഒരു പെർഫോമൻസിലേക്ക് ഡൗൺ ആവും നമ്മൾ ആ ഒരു റെയിനിലിടുമ്പോഴത്തേക്ക്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആക്ച്വലി ടോർക്കിലൊക്കെ തന്നെ വണ്ടി കുറേ കൂടെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് സേഫ്റ്റി ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ മൈലേജ് ആസ്പെക്റ്റിൽ നോക്കുമ്പോഴും നമുക്ക് നല്ലതായിരിക്കും. കാരണം ആ ഒരു മോഡലൊക്കെ ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ ബെറ്റർ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് ഞാനിപ്പോൾ പറയുന്നതേ ഉള്ളൂ. ഇത് പ്രൂവ് ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ലോങ് ടൈമിൽ ഈ വണ്ടി കൈ കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ടെസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പം ഈ ഒരു ഫസ്റ്റ് റൈഡിൽ എനിക്ക് ഈ ചേഞ്ചസ് ഒക്കെ തന്നെ പ്രകടമായിരുന്നു. ഓരോ മോഡ് മാറ്റുമ്പോഴും ആ ഓരോ മോഡിൻ്റേതായിട്ടുള്ള ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ എഞ്ചിനിൽ മാത്രമല്ല ബ്രേക്കിങ്ങിലും ആ ഒരു ചേഞ്ചസ് വരും. ഞാൻ നേരത്തെ പറഞ്ഞ ബ്രേക്കിംഗ് ഓഫ് റോഡ് ബ്രേക്കിങ്ങിൽ വരുന്ന കാര്യങ്ങൾ പറഞ്ഞ പോലെ ഓരോ മോഡിനും അതിൻ്റേതായിട്ടുള്ള ബ്രേക്കിംഗ് കാലിബ്രേഷൻസും വരുന്നുണ്ട്. സോ അതൊരു കോമ്പിനേഷനായിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. എന്തായാലും എഞ്ചിനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നി. പിന്നീട് ഹീറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഹീറ്റിംഗ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യില്ല ഇതുവരെ. ഈ സൂര്യൻ്റെ ഹീറ്റ് ആണ് നമ്മളെ ഇത്രയും ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് അതിന് മാത്രമുള്ളൊരു ഹീറ്റ് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ബിഗർ റേഡിയേറ്റർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കൂളിംഗ് പെർഫോമൻസ് ആണ് വണ്ടിയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. കാരണം ഈ പൂനെയിലൊക്കെ ഇപ്പം നല്ല ചൂടാണ്, നമ്മുടെ നാട്ടിലും ചൂടാണ്, പൂനെയിൽ അതിലും ഭയങ്കര ചൂടാണ്. ആ ചൂടത്ത് പോലും ഈ ഒരു നട്ടുച്ചയ്ക്ക് സൂര്യൻ ഉച്ചയ്ക്ക് നിൽക്കുകയാണ്, അപ്പോൾ പോലും ഷൂട്ട് ചെയ്തിട്ടും ഫുൾ പെർഫോമൻസ് പുറത്തെടുക്കുന്ന രീതിക്ക് നമ്മൾ വണ്ടി ഓടിച്ചിട്ടും ഒരു ഓവർ ഹീറ്റിംഗ് എന്നുള്ള നിലയിലേക്ക് ഹീറ്റിംഗ് പോയിട്ടില്ല. അതൊരു പ്ലസ് പോയിൻ്റാണ്. സോ ടൂറിങ്ങിനൊക്കെ തന്നെ അടിപൊളി വണ്ടിയായിരിക്കും. നിങ്ങൾക്ക് എത്ര കിലോമീറ്റർ വേണമെന്നുണ്ടെങ്കിലും എഞ്ചിൻ്റെ ഭാഗത്തുനിന്നൊരു പെർഫോമൻസ് ഡ്രോപ്പ് ഇല്ലാണ്ട് അല്ലെങ്കിൽ ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ലാണ്ട് ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. പിന്നീട് റിഫൈൻമെൻറ്റ് എടുത്തു വരേണ്ടതാണ്. എത്ര ത്രോട്ടിൽ റിങ് ചെയ്ത് പിടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഓവർ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്യില്ല. ഡൊമിനറെക്കാളും ഭയങ്കര ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും റിഫൈൻമെൻറ്റിൽ. പിന്നീട് ഒരു മിഡ് RPMs ഒരു 4000-5000 RPM റേഞ്ചിലും അതുപോലെ തന്നെ അങ്ങ് റെഡ് ലൈനിൽ മാത്രമാണ് നമുക്ക് തരിപ്പ് അറിയാൻ പറ്റുന്നത്. വൈബ്രേഷൻ ഞാൻ പറയില്ല, തരിപ്പ് അറിയാനായിട്ട് പറ്റുന്നത്. അല്ലാത്ത എല്ലാ ഒരു
RPM റേഞ്ചിലും വണ്ടി നല്ല റിഫൈൻഡ് ആയിട്ട് തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. വളരെ ട്രാക്റ്റബിൾ ആയിട്ടുള്ളൊരു മോട്ടറാണ്. അതുകൊണ്ട് തന്നെ സിറ്റി കമ്മ്യൂട്ട്സിന് അടിപൊളിയാണ്. സിറ്റി കൂടെ ഒക്കെ ഓടിക്കുമ്പോഴത്തേക്ക് വളരെ നല്ല രസമാണ് ഓടിച്ചുകൊണ്ട് പോകാൻ. ഹയർ ഗിയേഴ്സിൽ നമുക്ക് ലോ സ്പീഡ്സ് കീപ്പ് ചെയ്ത് പോകാം. ആ സ്പീഡ്സിൽ നിന്ന് പെട്ടെന്ന് കൈ കൊടുക്കുമ്പോഴത്തേക്ക് വണ്ടി സ്പീഡ് ക്യാരി ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്, എഞ്ചിൻ നോക്കിങ്ങോ അല്ലെങ്കിൽ വലിയ സ്ട്രെസ്സോ കാര്യങ്ങളൊന്നും കാണിക്കാണ്ട്. സോ ഡൊമിനറിനേക്കാളും ഈ ബൈക്കിനാണ് ഈ ഒരു എഞ്ചിൻ ചേരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഒരു എഞ്ചിൻ്റെ സൗണ്ടും കൂടെ കേൾപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്നെ തെറി വിളിക്കും. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സൗണ്ട് കേൾക്കാം. ഓൾമോസ്റ്റ് ഒരു റിവ് ഹാപ്പി എഞ്ചിനായിട്ട് നമുക്കിത് ഫീൽ ചെയ്യും. കാണാം ആ ഒരു ലൈറ്റർ ബോഡിയിൽ വരുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു സൗണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് പൾസർ 200 NS എന്തെങ്കിലും സിമിലാരിറ്റീസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളത്. ഇൻ റിയൽ ലൈഫ് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് അതിനേക്കാളും കുറേ കൂടെ ലൗഡർ ആൻഡ് സ്പോർട്ടിയർ സൗണ്ടായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം കുറേ കൂടെ ഹൈ റിവിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. NS ഓൾറെഡി ഹൈ റിവിങ് ആണ്, എങ്കിലും കുറച്ചും കൂടെ ബേസി ഹൈ റിവിങ് മോട്ടോർ സൈക്കിളായിട്ട് നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. സോ എക്സോസ് നോട്ടും അടിപൊളിയാണ്. 8.5 lakhs എന്നുള്ള എക്സ് ഷോറൂം പ്രൈസ് അതൊരു ഇൻട്രൊഡക്ടറി പ്രൈസ് ആണെങ്കിൽ കൂടി തന്നെ മോസ്റ്റ് അഫോർഡബിൾ 400cc പെർഫോമൻസ് മോട്ടോർ സൈക്കിളായി മാറിയിരിക്കുകയാണ് NS 400Z എന്ന് പറയുന്നത്. കാരണം ഇതിന് മുന്നേ മോസ്റ്റ് അഫോർഡബിൾ ആയിട്ട് നിന്നിരുന്നത് നമ്മളുടെ ഹീറോ മാവറിക് 440 ആണ്. ആക്ച്വലി ഈ ബൈക്കും ആ ബൈക്കും തമ്മിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CC കണക്ക് മാത്രമല്ലാണ്ട് ഇതിൻ്റെ ക്യാരക്ടർ തന്നെ രണ്ടും രണ്ടാണ്. എങ്കിൽ കൂടിയും നമ്മൾ ആ ഒരു ആസ്പെക്റ്റിൽ ഒരു കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും അഫോർഡബിൾ റേഞ്ചിൽ ഫീച്ചർ പാക്ഡ് ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് മാറിയിരിക്കുകയാണിത്. ഇനി ഇവർ പ്രൈസ് കൂട്ടിയാൽ തന്നെ നമുക്ക് അണ്ടർ 2 lakh തന്നെ ഇതിൻ്റെ എക്സ് ഷോറൂം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിലേക്ക് വണ്ടി വന്നെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വളരെ ഒരു അഫോർഡബിൾ പ്രൈസിൽ ഇത്രയും പെർഫോമൻസ് തരുന്ന ഒരു വാഹനം ഓൺ ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് ഒരു പറ്റിയ അവസരം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു പ്രൈസ് വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോയുടെ ആദ്യം മുതലേ നിങ്ങളോട് ഈ വാഹനത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, ഇത് വണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ബജാജ് പോലും ഇതിൻ്റെ പ്രൈസ് റേഞ്ചിൽ ഊന്നിയാണ് ഇതിനെ നിർമ്മിച്ചിരിക്കുന്നതും ഇതിനെ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതും. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇപ്പോൾ ഈ വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ട് ഈ വാഹനത്തെ ജഡ്ജ് ചെയ്യുന്നവർ, ക്രിട്ടിസൈസ് ചെയ്യുന്നവരൊക്കെ തന്നെ ഇതൊന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ഒപ്പീനിയനിൽ ചേഞ്ചസ് ഉണ്ടാകും. കാരണം കേട്ടവരിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം എന്ന് പറയുന്ന പോലെ തന്നെ ഈ കാണുന്നതിനേക്കാളും ഒക്കെ തന്നെ വലുതാണ് ഈ ഒരു ബൈക്ക് നമുക്ക് ഓഫർ ചെയ്യുന്ന റൈഡ് ഫീൽ എന്ന് പറയുന്നത്. അപ്പം ഒരു വാങ്ങുന്ന ആളെന്നുള്ള പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പെൻഡ് ചെയ്യുന്ന മണി അവർക്ക് ഓരോ രൂപയും വർത്തിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ലോങ് ടൈം റിവ്യൂവിനായിട്ട് ഇത് കൈ കിട്ടിക്കഴിഞ്ഞ് ഇതിൻ്റെ റിലയബിലിറ്റി, അതുപോലെ തന്നെ ലോങ് സ്ട്രെച്ച് റൈഡ്സ്, കംഫർട്ട്, പെർഫോമൻസ്, മൈലേജ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നോക്കാവുന്നതാണ്, മെയിൻ്റനൻസ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് തരിക, എങ്കിൽ മാത്രമേ നമുക്കും ഒരു ലോങ് ടൈമിനായിട്ട് ഈ വാഹനങ്ങളൊക്കെ തന്നെ വിട്ട് കിട്ടുകയുള്ളൂ. സോ ഡു സപ്പോർട്ട് us ഇൻ ദ ഫോം ഓഫ് ലൈക്ക് ആൻഡ് കമൻറ്റ്സ്, സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പം ഇതൊക്കെ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വണ്ടി വാങ്ങിക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റും കൂടെ ചെയ്യുക. നമ്മൾ ഈ വണ്ടിയുടെ തന്നെ ഒരുപാട് ഫോട്ടോസ്, ഇൻട്രസ്റ്റിംഗ് റീൽസ് കാര്യങ്ങളൊക്കെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാൻ താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകളും ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണുന്നതായിരിക്കും.